Good morning to all. The children of today will make the India of tomorrow. The way we bring them up will determine the future country. So, my dear children, do you know what is the speciality of this day? Today, 14th November. Yes, it is the day we celebrate as Children's Day. My dear children, on this auspicious day, I wish you all a very happy Children's Day. Let me first sing a small song for you to learn. Are you ready? Yes. We are the buds in the garden. We are the stars in the sky. We are the buds in the garden. We are the stars in the sky. We are children, we want to shine. We are children, we want to shine. Happy Children's Day. Happy Children's Day. We are the light in the darkness. We are the future of the nation. We are the light in the darkness. We are the future of the nation. We are children, we want to shine. We are children, we want to shine. Happy Children's Day. Happy Children's Day. Children, did you all like this song? Yes, good. Next, let me tell you, why do we celebrate November 14th as Children's Day? Yes, it is the birthday of Pandit Jawaharlal Nehru. He was the first Prime Minister of India in 1947. He was a prominent leader and a great freedom fighter. He was fondly known as Chachaji. After his demise, we celebrate his birthday 14th November every year as a tribute to Jawaharlal Nehru. മക്കളെ, മിസ് എന്താ ഇത്ര നേരം പറഞ്ഞേ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണല്ലേ? ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവരെ പോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു നമ്മുടെ ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിക്കാറുള്ളത്. കുട്ടികളുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസ കാര്യത്തിനും വേണ്ടി ഏറെ കരുതലോടെ പ്രവർത്തിച്ച അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ഗ്രാമങ്ങൾ തോറും ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. നമ്മുടെ ചാച്ചാജിയെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നൊരു മുഖമുണ്ട് അല്ലേ? നല്ല വെളുത്ത തൊപ്പിയും ജുബ്ബയും ഒരു ചുവന്ന റോസാപ്പൂവുമായി പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരാൾ. നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ ഓടി വന്നില്ലേ ഇപ്പം ആ മുഖം? യെസ്. എന്തുകൊണ്ടാണ് ചാച്ചാജിയുടെ കോട്ടിൽ ചുവന്ന റോസാപ്പൂ വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിന് പിന്നിലൊരു കഥയുണ്ട്. മിസ് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവിനെ കാണാൻ നിരവധി ആളുകൾ പാരിതോഷികങ്ങളുമായി എത്തുക പതിവായിരുന്നു. അക്കൂട്ടത്തിൽ ഗ്രാമത്തിൽ നിന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടി നെഹ്റുവിനെ കാണാനെത്തി. പക്ഷേ ചാച്ചാജിക്ക് കൊടുക്കാൻ അവളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. പകരം ഒരു റോസാപ്പൂവുമായാണ് അവൾ വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കാവൽക്കാർ അവളെ നെഹ്റുവിനെ കാണാൻ സമ്മതിച്ചില്ല. അവൾ വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിലും ഓരോ റോസാപ്പൂവുമായി അവൾ ചാച്ചാജിയെ കാണാൻ വരിക പതിവായി. ഇത് ഒരിക്കൽ ചാച്ചാജിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പെൺകുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. അവൾ സന്തോഷത്തോടെ പൂവ് ചാച്ചാജിക്ക് നൽകി. വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി ചാച്ചാജി ആ പൂ വാങ്ങി തൻ്റെ കോട്ടിൽ പിൻ ചെയ്തു വെച്ചു. അതിനുശേഷം എന്നും തൻ്റെ കോട്ടിൽ ഓരോ റോസാപ്പൂവ് പിൻ ചെയ്തു വയ്ക്കുക പതിവാക്കി. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ചാച്ചാജി തൻ്റെ കോട്ടിൽ ഒരു റോസാപ്പൂവ് പിൻ ചെയ്തിരിക്കുന്നതെന്ന്? കുട്ടികളോടുള്ള ഇഷ്ടവും വാത്സല്യവും എത്രമാത്രമാണ് ചാച്ചാജിക്കുള്ളതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഗുഡ്. ചിൽഡ്രൻസ് ഡേയോടനുബന്ധിച്ച് രാജ്യത്തൊട്ടാകെ വിവിധ ആഘോഷ പരിപാടികളും റാലികളും സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ സ്കൂളിലും ശിശുദിനം വർണ്ണാഭമായാണ് ആഘോഷിക്കാറ്. അന്നത്തെ ദിവസം കുട്ടികളെല്ലാവരും ചാച്ചാജിയുടെ വേഷം ധരിച്ചാണ് സ്കൂളിലെത്താറ്. തുടർന്ന് ചിൽഡ്രൻസ് ഡേ റാലി, വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, ശാസ്ത്രം, സാമ്പത്തികം എന്നീ മേഖലകളിൽ വിജയം കൈവരിച്ച്
ഒരു മികച്ച ഇന്ത്യയെ വാർത്തെടുക്കുന്നതിൽ കുട്ടികൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് മനസ്സിലാക്കി തന്ന നെഹ്റുവിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. ജയ് ഹിന്ദ്. ഹായ് ചിൽഡ്രൻ, ഹൗ ആർ യു? ചാച്ചാജിയെക്കുറിച്ച് നീതു മിസ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ? ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14 അലഹബാദിലെ ഒരു കശ്മീരി ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. പ്രശസ്ത അഭിഭാഷകനും സ്വാതന്ത്ര്യ സമര നേതാവുമായ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിൽ തന്നെ സ്വകാര്യ അധ്യാപകരുടെ കീഴിലായിരുന്നു. 1916 കശ്മീരി കുടുംബത്തിൽ നിന്നുള്ള കമല കൗളിനെ വിവാഹം കഴിച്ചു. അവരുടെ ഏക മകൾ ഇന്ദിരാ പ്രിയദർശിനി 1917 ജനിച്ചു. Dear students, when he returned to India from England after his higher studies, he attended the Bankipur Congress in 1912. Then he became the secretary of Home Rule League at Allahabad in 1990. He was imprisoned in several times in connection with the non-cooperation movement, the Salt Satyagraha and other movements launched by the Congress. He was a wonderful author and wrote a number of books such as The Glimpses of World History, The Discovery of India, Letters from a Father to His Daughter, and an autobiography Toward the Freedom. Dear children, I would like to conclude with the quote of Jawaharlal Nehru. Socialism is not only a way of life, but a certain scientific approach to the social and economic problems. For him, socialism meant greater equality of opportunity, social justice, more equitable distribution of higher incomes, ending of social disparities, and application of scientific approach to the problems of society. മിസ് പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞു തരാം. നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുല്യ അവസരം, സാമൂഹ്യനീതി, സമൂഹത്തിൽ വലിയവൻ ചെറിയവൻ എന്നുള്ള അന്തരം ഒരു പരിധിവരെ കുറയ്ക്കുക, സാമൂഹികമായും സാമ്പത്തികമായും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സയൻറ്റിഫിക്കായിട്ട് അപ്രോച്ച് ചെയ്യുക. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ആശയങ്ങളിൽ ഒന്നാണ്. ചിൽഡ്രൻ, ഹാപ്പി ചിൽഡ്രൻസ് ഡേ. താങ്ക് യു. മക്കളെ, ചാച്ചാജിയെക്കുറിച്ച് ചില കാര്യങ്ങളാണ് മിസ്സുമാർ പറഞ്ഞു തന്നത്. അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ചിൽഡ്രൻ, ഡു യു നോ ദ മീനിങ് ഓഫ് ദ വേർഡ് ജവഹർലാൽ? മക്കളെ, ജവഹർലാൽ എന്ന പദത്തിൻ്റെ അർത്ഥം അറിയുമോ? ജവഹർ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം അമൂല്യ രത്നം എന്നാണ്. ലാൽ എന്നാൽ പ്രിയപ്പെട്ടവൻ എന്നുമാണ് അർത്ഥം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം നെഹ്റു ലണ്ടനിലാണ് ഉപരിപഠനം നടത്തിയത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായിരുന്നു. ബ്രിട്ടനിൽ നിന്നുള്ള ഉപരിപഠനത്തിന് ശേഷം അദ്ദേഹം പാട്നയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തു. പിതാവ് മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കെയാണ് നെഹ്റു സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. 1916 ലക്നൌവിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. നെഹ്റു വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാന്ധിജി. ആഫ്റ്റർ സം ഇയേഴ്സ് he became the president of Indian National Congress in 1929. ബ്രിട്ടീഷുകാരിൽ നിന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്ന ആശയം മുന്നോട്ട് വെച്ചവരിൽ ഒരാളായിരുന്നു നെഹ്റു. ഏറെ കാലത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനു ശേഷം ഇന്ത്യൻ പാർലമെന്റിന്റെ ഭരണഘടനാ അസംബ്ലിയിൽ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന മഹത്തായ പ്രസംഗം അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഏറെ ദേശീയ അഭിമാനം നിറഞ്ഞു തുളുമ്പുന്നതായിരുന്നു ആ പ്രസംഗം. 1951 ജൂലൈ 9 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ഇന്ത്യയുടെ ഉന്നമനത്തിനായി ഒട്ടനവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രവർത്തന രീതികളും.
Nehru played an important role in the formation of modern India. On 15th August 1947, India became independent and Nehru became our Prime Minister. Children, did you hear about Nehru Trophy വള്ളംകളി? മക്കളെ, നിങ്ങൾ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ പുന്നമട കായലിലാണ് എല്ലാ വർഷവും നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് കൂട്ടുകാർക്കറിയുമോ? പ്രധാനമന്ത്രിയായിരിക്കെ നെഹ്റു വള്ളംകളി കാണാനെത്തി. സന്തോഷത്തോടെയാണ് ഏവരും അദ്ദേഹത്തെ സ്വീകരിച്ചത്. വള്ളംകളി ആരംഭിച്ചു. തുഴക്കാരുടെ ആവേശവും താളവും നമ്മുടെ നെഹ്റുവിനെ വല്ലാതങ്ങ് ആകർഷിച്ചു. മത്സരത്തിൽ വിജയിച്ച വള്ളത്തിന്റെ ക്യാപ്റ്റന് നെഹ്റു സമ്മാനവും നൽകി. അതിനുശേഷം മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വള്ളങ്ങളും കായലിൽ അണിനിരന്ന് അദ്ദേഹത്തിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി. അതിനുശേഷം നെഹ്റു ഒരു വള്ളത്തിൽ കയറി കായലിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. മറ്റു വള്ളങ്ങളും കൂടെ അകമ്പടി സേവിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായാണത്രേ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത്. നെഹ്റു എന്ന മഹാനായ വ്യക്തിയെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പങ്കുവച്ചത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വിലപ്പെട്ട സംഭാവനകൾ നൽകിയ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്മരിക്കാം. ഏവർക്കും ശിശുദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.